നിങ്ങൾ ഒരിക്കലും യൂട്യൂബിലുള്ള ട്രേഡേഴ്സിനെ വിശ്വസിക്കരുത് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ ഈ ട്രേഡിംഗ് അല്ലേ പറയുന്ന യൂട്യൂബിൽ വരുന്നത്. പക്ഷേ ഞാൻ പറയുന്ന യൂട്യൂബിലുള്ള എല്ലാ ട്രേഡേഴ്സിനെയും വിശ്വസിക്കരുതെന്നല്ല. നിങ്ങൾ കുറേ കാര്യങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾ യൂട്യൂബിലുള്ള ട്രേഡേഴ്സിനെ വിശ്വസിക്കരുത്, അല്ലെ അവർ പറയുന്ന മാത്രം കേട്ടോണ്ടിരിക്കരുത് എന്നുള്ളതാണ് വാസ്തവം. ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. എന്തുകൊണ്ട് നിങ്ങൾ യൂട്യൂബ് ട്രേഡേഴ്സിനെ കണ്ടുപഠിക്കരുത്, അല്ലെങ്കിൽ പ്രൊഫഷണൽ ട്രേഡേഴ്സിനെ കോപ്പി ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത്, എന്തുകൊണ്ട് അവരെ ഇമിറ്റേറ്റ് ചെയ്യരുത്. ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്. സോ ബേസിക്കലി യൂട്യൂബിലുള്ള ട്രേഡേഴ്സ് നിങ്ങൾക്ക് അറിയാം, ഒരുപാട് പേര് 100 കണക്കിന് സ്ട്രാറ്റജി നമ്മുടെ നാട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം യൂട്യൂബ് അടിച്ചു നോക്കിയപ്പോൾ ഞാനൊക്കെ ട്രേഡ് ചെയ്ത് തുടങ്ങിയ സമയത്തൊന്നും ഈ പറഞ്ഞ യൂട്യൂബേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇപ്പം നിങ്ങൾ ജസ്റ്റ് എന്ത് യൂട്യൂബ് അടിച്ചാലും നിങ്ങൾക്ക് ഒരു 100 ട്രേഡേഴ്സ് ഉണ്ടാവും, പല കാര്യങ്ങളും പറയുന്നത്. 100 സ്ട്രാറ്റജി, മൂവിങ് ആവറേജ്, ക്രോസ് ഓവർ, MACD, RSI, അങ്ങനെ കുറേ എന്തൊക്കെയൊക്കെയോ സ്ട്രാറ്റജീസ് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ട്രേഡ് ചെയ്യുന്നത് ഈ സ്ട്രാറ്റജി ഒന്നും ഉപയോഗിച്ചില്ല. ഈ കണ്ടന്റ് ക്രിയേറ്റർ, അല്ലെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പറഞ്ഞ പലരെയും പേഴ്സണലായിട്ട് അറിയാവുന്നവരുണ്ട്. അപ്പം ഈ പറയുന്ന ഒരാളും അവർ യൂട്യൂബിൽ ചെയ്യുന്ന ഒരു സംഭവം ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ വന്നിട്ട് നാളെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാലും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് പ്രൈസ് ആക്ഷനും ചാർട്ട് മൂവ്മെന്റ്സിന്റെ ബേസിൽ മാത്രമുള്ളതാണ്. അല്ല ഒരു ഇൻഡിക്കേറ്റർ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഞാൻ പേഴ്സണലി ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്ന ഒരാളല്ല. നാളെ ഞാൻ വന്നെന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് VWAP അല്ലെങ്കിൽ മൂവിങ് ആവറേജ് 200, ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. നാളെ ഞാൻ വന്നിട്ട് ഓക്കെ ഇതിൽ നിന്ന് ഇങ്ങനെ ട്രേഡ് എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ 100-ൽ ഒരു ട്രേഡിൽ മാത്രമായിരിക്കും ഈ പറഞ്ഞ സാധനം യൂസ് ചെയ്തത്. പക്ഷെ നിങ്ങൾ ഇത് കണ്ടിട്ട് എല്ലാ ട്രേഡിലും അപ്ലൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഒരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ പറയുന്ന യൂട്യൂബേഴ്സ് എടുക്കുന്ന ഓരോ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് അവർ കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കാരണം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളൊരു ഫ്രീ കണ്ടന്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ഒരിക്കലും അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. പിന്നെ റൈറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്ന യൂട്യൂബേഴ്സും ഉണ്ട്, റൈറ്റ് ആയിട്ട് മാർക്കറ്റ് അനാലിസിസ്, പ്രൈസ് ആക്ഷൻ, പ്രൈസ് മൂവ്മെന്റ്സ് ഒക്കെ പറയുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്. എന്നാൽ പോലും നിങ്ങൾ ചിലപ്പം കാണുന്നത് ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സിനെ ആയിരിക്കും. കാരണം നിങ്ങൾ ഒരു ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളൊരു ബിഗിനറായിട്ട് നിങ്ങൾക്ക് അറിയില്ല ആരാണ് ജെന്യുവൻ അല്ലെങ്കിൽ ആരാണ് കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് അറിയില്ല. അപ്പം നിങ്ങൾ ഈ ഒരു ട്രാപ്പിൽ ചെന്ന് പെട്ടുപോകും. അപ്പം ഈ പറയുന്ന നിങ്ങളുടെ യൂട്യൂബറിന്റെ പ്രോഫിറ്റ്സിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. പിന്നെ ട്രേഡ് വീഡിയോസ് പറയുന്ന സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കാം. അപ്പോൾ ഇതേ സാധനം നിങ്ങൾ പോയി കണ്ട് അപ്ലൈ ചെയ്യാണ് എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ലോസ് തോന്നും. നിങ്ങൾ ആരോട് പോയി ചോദിക്കും? നിങ്ങൾക്ക് യൂട്യൂബറോട് പോയി ചോദിക്കാൻ പറ്റുമോ തൻ്റെ സ്ട്രാറ്റജി ഞാൻ അപ്ലൈ ചെയ്ത്? നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പോയിട്ട് 2 തെറി പറയായിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ എൻ്റെ കമന്റ് ബോക്സിൽ ഇതുപോലെ 2 തെറി പോരും. ആൻഡ് ഐ ഡോണ്ട് കെയർ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ 2 തെറി പറയാമെന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. കാരണം അയാളുടെ കണ്ണിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തു, നിങ്ങളത് കോപ്പി ചെയ്തു, നിങ്ങൾക്ക് അത് ലോസ് തോന്നും, അത്രേ ഉള്ളൂ. അപ്പം അടിസ്ഥാനപരമായിട്ട് ഈ ഇൻഡിക്കേറ്റർ സ്ട്രാറ്റജീസും കൊണ്ട് വരുന്ന ആൾക്കാരെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. കാരണം അതിലൊക്കെ പലതും സ്കാമാണ്. കാരണം ഞാൻ പേഴ്സണലി ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരാളല്ല, അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ വിശ്വസിക്കുന്നുമില്ല. പിന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് പേർക്ക് അങ്ങനെ എനിക്കറിയാവുന്നവർക്കും പേഴ്സണലി അറിയാവുന്നവർക്കും എല്ലാം ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്തിരുന്ന കുറേ ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് ഇൻഡിക്കേറ്റേഴ്സ് വർക്കൗട്ട് ആവാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാവുന്നവർക്കും ആർക്കും അങ്ങനെ ഒരു ഇതില്ല. അതുകൊണ്ട് ഞാൻ അതേ പറയുള്ളൂ. നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് സത്യാവസ്ഥ എന്നിട്ടുള്ള ഒരു സംഭവം. പിന്നെ ഈ പറയുന്ന വലിയ വലിയ പേരുകളിൽ പലരെയും എനിക്ക് പേഴ്സണലി അറിയാവുന്നവരാണ്. ഇവർ ഈ കണ്ടന്റിന്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന സ്ട്രാറ്റജീസിലല്ല ഇവർ ശരിക്കും ട്രേഡ് ചെയ്യുന്നത്. ഇപ്പം പലരും ഈ പറഞ്ഞ പോലെ PNL അത് ഇതെന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് നടക്കുന്നവരുണ്ടാകും. പക്ഷേ ഇവർ പല ട്രേഡ് ചെയ്യുന്ന പല ട്രേഡേഴ്സിന് എത്ര അക്കൗണ്ട്സ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ? ഇല്ല. അപ്പം ഇതിൽ ഒരു എക്സ്പീരിയൻസ് ട്രേഡർ അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ നല്ലതായിട്ട് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ നല്ല നിൽക്കുന്ന ഒരു ട്രേഡർ എന്ന് പറഞ്ഞ ഒരാൾ കളിക്കുന്ന ഗെയിം ഒരിക്കലും ബിഗിനേഴ്സ് എന്നുള്ള ലെവലിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഗെയിമല്ല ഇവരാരും കളിക്കുന്നത്. അപ്പം നിങ്ങൾ അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേറെ നിങ്ങൾ കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾക്ക് പലർക്കും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഡെയിലി ബേസിൽ ഒരു 10%, 5% പ്രോഫിറ്റ് തരാൻ പറ്റുന്ന ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബേഴ്സിനെയും പ്രൊഫഷണൽ ട്രേഡേഴ്സിനെയും കാണുമ്പോൾ നിങ്ങൾ നേരെ അവരുടെ പുറകെ പോകും. കാരണം അവരുടെ സിസ്റ്റമാണ് അടിപൊളി, നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം പോകും. ഒരിക്കലും അത് ചെയ്യരുത്. നമ്മൾ 100 പേരുണ്ട്, 100 ട്രേഡേഴ്സ് ഉണ്ടെങ്കിൽ 100 പേരും ചെയ്യുന്ന 100 രീതിയിലായിരിക്കും. ഇനിയിപ്പോൾ എനിക്ക് പറ്റുന്ന ഒരു കാര്യം വേറൊരാൾക്ക് പറ്റണമെന്നില്ല, അല്ലെങ്കിൽ വേറെ ഒരാൾക്ക് പറ്റുന്ന പ്രോഫിറ്റ് എടുക്കുന്ന ഒരു രീതി എനിക്ക് പറ്റണമെന്നില്ല. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പം എനിക്ക് ഫോറക്സ് മാർക്കറ്റിനേക്കാളും കംഫർട്ടബിൾ ചിലപ്പോൾ ഇൻഡെക്സ് ഓപ്ഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇക്വിറ്റി സ്വിങ്സ് ആയിരിക്കും. വേറെ ഒരാൾക്ക് എന്നെക്കാളും നല്ലതായിട്ട് ഫോറക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. എന്നും പറഞ്ഞ് ഞാൻ ഫോറക്സ് ചെയ്യാൻ പറ്റി എൻ്റെ ഈ ഉള്ളതോടെ പോകും, അവിടെ ചെന്നിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് റിയാലിറ്റി. അതേപോലെ എനിക്കിപ്പോൾ ഒരു സ്ട്രാറ്റജി ഉണ്ട്, എൻ്റെ ഒരു ട്രേഡിംഗ് സിസ്റ്റം ഉണ്ട്, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അപ്പം ഈ പാറ്റേൺ വിട്ടിട്ട് ഞാൻ വേറൊരാളുടെ പാറ്റേൺ കോപ്പി ചെയ്യാൻ പോവുകയാണെങ്കിൽ എൻ്റെ ഉള്ളതും പോവും, അവൻ്റെതും കിട്ടില്ല, എൻ്റെതും പോവും. അപ്പം ഇതാണ് ശരിക്കുമുള്ള റിയാലിറ്റി ഒരവസ്ഥ. നിങ്ങൾ എപ്പോഴും ഒരു യൂട്യൂബറെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും കാരണം നിങ്ങളൊരു ബിഗിനറായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും റൈറ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടില്ല.
ഞാൻ അതുകൊണ്ടാണ് ആൾക്കാരോട് പൊതുവെ പറയുന്നത്, നിങ്ങൾ എപ്പോഴും ഒരു റൈറ്റ് മെന്ററിനെ ചൂസ് ചെയ്യാൻ നോക്കുക. ഇപ്പം നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ആണെങ്കിൽ പോലും വൈ ഡിഗ്രിയിലുള്ള നമ്മളുടെ സ്റ്റുഡൻസും ഈ പറഞ്ഞ പോലെ പലരും ഈ പറഞ്ഞൊരു പല വട്ടം എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ യൂട്യൂബറുടെ പറ്റും, ആ യൂട്യൂബറുടെ കണ്ടില്ല, ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു, അത് ചെയ്യാൻ പറ്റും. ഇത് മൊത്തം പൊട്ടത്തരമാണ്. കാരണം ബിഗിനേഴ്സായിട്ട് നിൽക്കുക, ഇവർ പോയി കാണുന്ന അവരപ്പം നമ്മുടെ അടുത്ത് പഠിക്കാൻ വരുമ്പോഴാണെങ്കിൽ ഇവർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ബ്ലണ്ടർ വിചാരിച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇവന്മാർ പറഞ്ഞ കാര്യങ്ങൾ, ഇവന്മാരുടെ കണ്ടന്റിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ ഇവർ വിശ്വസിച്ച് കുറേ കാശുകൾ എന്ന് വെച്ചാൽ ഈ പറയുന്നവർ ഇവരുടെ മൈൻഡിൽ ആദ്യമായിട്ട് ഫീഡ് ചെയ്ത സാധനം എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബേഴ്സിൻ്റെ കയ്യിലുള്ളതാണ്. ഇത് മാറ്റി ചിന്തിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പാടാണ്. അവർ മാറി ഇങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ മാറി ചിന്തിച്ച് തുടങ്ങുമ്പോഴാണ് ഇവർക്ക് പ്രോഫിറ്റബിൾ ആവുന്നത്. അപ്പം ഇങ്ങനെ ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ കാര്യത്തിലും ഇത് സ്ഥിരം കാണുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടാകുക, നിങ്ങൾ അതിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നില്ല, നിങ്ങൾ ലോസിലാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് വേറെ നോക്കാം, നിങ്ങൾക്ക് വേറെ ആൾക്കാരെ ട്രൈ ചെയ്യാം. അതും ഈ പറഞ്ഞാൽ അത് 100% വിശ്വസിക്കാൻ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്ന കാര്യങ്ങൾ ഇപ്പം ഒരാൾ 100% അങ്ങനെ പ്ലേസ് ചെയ്യുക എന്നുള്ളതല്ല, അതല്ലാതെ തന്നെ വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ ക്യാരക്ടറിന് ചിലപ്പം ഒരു സ്കാൽപ്പർ ചെയ്യുന്നവരൊരിക്കലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡർ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ പറഞ്ഞ പോലെ ബ്ലൈൻഡ് ആയിട്ട് യൂട്യൂബേഴ്സിനെ അല്ലെങ്കിൽ ട്രേഡേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്ന പണി നിർത്തുക. നിങ്ങളുടെ സിസ്റ്റത്തിൽ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ രീതിക്ക് നിങ്ങൾ ചെയ്ഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾ സെറ്റാവും. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സീ യു ഓൺ അനദർ വീഡിയോ. കൂടുതൽ കണ്ടന്റ്സിനായി എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കണമെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്. അതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോസും കണ്ടന്റും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, സോ സീ യു ഓൺ അനദർ വീഡിയോ. അണ്ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ, പീസ്.